ഹായ് ഓൾ, കുറച്ച് ദിവസമായി വീഡിയോസൊന്നും ചെയ്യാത്ത. അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് മിഷറിപ്പിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത വീഡിയോസ് ഞാൻ ഫോണിൽ മെമ്മറി കൂടിയുണ്ട്. ഇത് ദുബായിലെല്ലാം ഫേമസ് ആയ ഒരു കേക്ക് ഉണ്ടായിരുന്നു, ട്രെൻഡിങ്ങിൽ ഓടി. ആ ഒരു കേക്കിൻ്റെ ഷോപ്പ് ഖത്തറിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കേക്ക് മേടിക്കാൻ വേണ്ടി ഞാൻ രാവിലെ വന്നു. അപ്പോൾ അത് ക്ലോസ് ആയിരുന്നു. ചുമ്മാ അവിടെയുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഭക്ഷണം കഴിക്കാനൊക്കെ മിക്കതും ക്ലോസ് ആയിരുന്നു. അങ്ങനെ മൊത്തത്തിലൊന്ന് ഫുഡ് കോർട്ടിലൊന്ന് വീഡിയോ എടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത് ദുബായിട്ടുണ്ടായ ഷോപ്പ്. പിന്നെ ടീ ടൈമിൽ പോയി ഒരു പൈനാപ്പിൾ ജ്യൂസും ഒരു സാൻഡ്വിച്ചും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ചുമ്മാ ഒന്ന് കറങ്ങി. ഇവിടെ ഒരു ടെന്നീസ് കോർട്ടുണ്ട്. ടെന്നീസ് കോർട്ട് ഫ്രണ്ടിനെ നമുക്ക് എടുത്ത് കളിക്കാം. ഇതൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്. സ്റ്റേഡിയത്തിൻ്റെ പാർക്കിംഗ് ആയിരുന്നു ഖത്തർ സ്പോർട്സ് ക്ലബിൻ്റെ. അത് പിന്നെ അവർ ഫുഡ് കോർട്ടിൻ്റെ ഏരിയ ആക്കി. വെൻഡൻ മാളിൽ പോയപ്പോൾ എന്നെ ഒരു സ്മൈലി ഹഗ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ആ സ്മൈലി എന്നോട് വന്നൊരു ഷെയ്ക്കൻ്റെ ഒക്കെ തന്നു. പിന്നെ അതേപോലെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. പിന്നെ വെൻഡൻ മാളിൽ പോയി ചുമ്മാ ഒന്ന് കറങ്ങി. വൈഫിൻ്റെ ബർത്ത്ഡേ അല്ല, അവിടെ ഒരു ജ്വല്ലറി ഉണ്ട്, അവിടെ പോയിട്ടൊരു ഗിഫ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളിലും ഉണ്ടായിരുന്നു. വാനിൽ ഫുഡ് കോർട്ട് ഫുൾ ഖത്തറീസും അറബികളൊക്കെ തന്നെയായിരുന്നുള്ളൂ. ഒരു ലക്ഷറി മോളാണ് ഇതൊക്കെ. അതിനുള്ള ചെറിയ ഫുഡ് കോർട്ടാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഹൈറ്റാണ്. പിന്നെ ഒരു റൗണ്ട് ഓപ്പൺ ഹോട്ടലാണിത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല കിടിലം മാർബിളും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ റൗണ്ട് ഓപ്പൺ റെസ്റ്റോറൻറ്റ്. അറബികളൊക്കെ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുന്നുണ്ട്. വായി നോക്കി നടക്കാമെന്ന് തോന്നുന്നു. പിന്നെ റെസ്റ്റോറൻറ്റ് കാണാനൊക്കെ രസമുണ്ട്. പിന്നെ ഈ ലിഫ്റ്റ് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ലക്ഷറി മാളല്ലേ, ചിലപ്പോൾ സ്വർണം കൊണ്ടായിരിക്കുന്നെന്ന് വിചാരിക്കുക. നോക്കിനൊന്ന് ചോരൻ്റെ നോക്കണം എന്തെങ്കിലും കിട്ടുമോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റ്. ഓപ്പണാണ്. നല്ല കിടില മാർബിളൊക്കെ ഉണ്ട്. മാർബിളായിട്ടാണ് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വീഡിയോസ് എടുത്ത് ഇങ്ങനെ കറങ്ങി നടന്ന് ഗുച്ചി ഇങ്ങനെ ബ്രാൻഡഡ് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നല്ലൊരു അടിപൊളി ഏരിയയാണിത്. സൂര്യപ്രകാശമൊക്കെ വരുന്നു. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ചായ കുടിക്കാം, കോഫി കുടിക്കാം. ഇച്ചിരി കോഫി ഷോപ്പാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ജ്വല്ലറി. പക്ഷെ ഒരു ചെറിയ ഐറ്റംസിന് ഭയങ്കര പൈസയാണ്. നാളെ ഞാൻ വേറൊരു വീഡിയോയിൽ 46ാമത്തെ ബർത്ത്ഡേ ലൈഫുണ്ട്. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നല്ല കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അധിക കാലം ഉണ്ടാവുന്നില്ല, അവൻ സന്തോഷിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ വൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ സുന്ദരിയാണ്, സുശീലയാണ്, ദേഷ്യം പിടിച്ച ഭദ്രകാളിയാണ്, എന്നാലും സ്നേഹമുള്ളവളാണ്. വെച്ചിരിക്കുന്ന സ്ബി. പിന്നെ ഇതൊക്കെ തന്നെ അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഷോപ്പ്. ഇത് കണ്ട അടിപൊളി ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരു സുന്ദരി, ഒന്നല്ല 2 സുന്ദരികൾ അവിടെ ഉണ്ട്, 3 സുന്ദരി ഇപ്പുറമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ജ്വല്ലറി കയറി വാനത്ത് നോക്കി വീഡിയോസെല്ലാം എടുത്ത് അവരെ സാധനം എടുക്കുന്ന ടൈമിന്, പാക്ക് ചെയ്യുന്ന ടൈമിന്. അപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുമായിരിക്കും വീഡിയോസൊക്കെ കാണുമ്പോൾ. അടിപൊളി സാധനങ്ങൾ. പക്ഷേ റേറ്റ് ഭയങ്കര റേറ്റാണ്. പിന്നെ അങ്ങനെ ഇതിലൊരു സംഭവം ഞാൻ മേടിച്ചു. നാളത്തെ വീഡിയോയിൽ കാണിക്കാം. വാപ്പ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഓടിഞ്ഞ് സോറി. നല്ല കിട്ടില്ല മാല, ബ്രേസ്ലെറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ ആ കേക്ക് മേടിക്കാൻ പോയി. ഞാൻ ആ കേക്ക് മേടിച്ചു. അത് ടോപ്പപ്പ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മെമ്മറി ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ കുറേ ഫോട്ടോസെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോസ് ഞാൻ എടുത്തത്. ഞാൻ ഈ സാധനവും മേടിച്ചിട്ടാണ്, ആ ജ്വല്ലറിയിലെ ഗിഫ്റ്റും മേടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. ഇതൊരു 2:30 മണിക്കൊക്കെ ഞാൻ മേടിച്ചത്. വീട്ടിലെത്താൻ ഒരു 6 മണിയാവും.
വണ്ടിയിൽ തന്നെ AC ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജുണ്ട് വണ്ടിയിൽ, അപ്പോൾ അതിൽ വെക്കാം. അങ്ങനെ അതും മേടിച്ച് ഞാൻ ഇറങ്ങി. ആ എല്ലാം റിമോട്ട് ഓഫാക്ക് ഇപ്പം ഇടില്ല. അപ്പോൾ ഡബ് ചെയ്യുന്ന ഇതാണ് സാധനം. ഇനി അങ്ങോട്ട് ലൈവ് വീഡിയോ. നോമ്പിന് ദുബൈയിലെല്ലാം വൈറലായ സാധനത്തിൽ ഇവിടെ കഴിച്ചു. ഇത് കേക്കിന്റെ അടിയിലുണ്ട്. നീ കഴിച്ചു നോക്കാതെ കേക്ക്. അതാ കൂടി കൊടുക്കാണ്ട് ബർത്ത്ഡേ നേരിച്ചിട്ട് ഉമ്മ കൊടുക്കടോ. സാലോ കഴിക്ക് കഴിക്കടാ. വേണ്ട ഒറിയോ വേണ്ട. ബെഡിലാക്കണ്ട. എടുത്തോ അടിയിൽ നോക്കണോ. ബർത്ത്ഡേ അല്ലേ, 46ാമത്തെ വയസ്സ്. ഹാപ്പി ബർത്ത്ഡേ. പിസ്താഷ്യോന്റെ 4 സ്പൂൺ ഉണ്ടല്ലോ, കൈ എടുക്ക്. കഴിച്ചോ യമ്മിയാ? നോക്കിയാ കാണിച്ചേ, ക്യാമറ കാണിച്ചേ. ബെഡില നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കും. ഇതിൻ്റെ ലെമണിലും വേറെ എന്തെല്ലോ ഫ്ലേവർ ഉണ്ട്. ഇത് മേടിച്ചോ. പിന്നെ പാർട്ടി കൊടുക്കാൻ